പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും വാത്സല്യ നിധികളായ ദൈവമക്കളെ, ഒരിക്കൽ കൂടെ കർത്തൃസന്നിധിയിൽ ഒന്നിച്ചായിരിക്കാനായിട്ട് അനുവദിച്ച ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഫിലിപ്പി ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലൂടെ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തന്നെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൻ്റെ ഗതിയെക്കുറിച്ച്, തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ആ ലക്ഷ്യത്തിൽ അതിൻ്റെ പ്രാപ്തിയെക്കുറിച്ചൊക്കെയും ഇവിടെ രേഖപ്പെടുത്തി വയ്ക്കുകയാണ്. അത് ആരംഭിക്കുന്ന എങ്ങനെയാണ്? ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. ഇങ്ങനെ പറഞ്ഞാൽ തുടങ്ങുന്നത്. കർത്താവിൽ സന്തോഷിപ്പീൻ. അതെന്തുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നത് എന്ന് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നിട്ട് പറയുന്നു, കർത്താവിൽ നിങ്ങൾ സന്തോഷിപ്പീൻ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പും ആകുന്നു. കാരണം നിങ്ങൾക്ക് ആ കർത്താവിലുള്ള സന്തോഷമുണ്ട് എന്ന് എനിക്ക് ഉറപ്പുമാണ്. എന്നിട്ട് ചിലതെല്ലാം എന്നെ ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. നായ്ക്കളെ സൂക്ഷിപ്പീനെന്നും ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ എന്നിട്ട് പറഞ്ഞിട്ട് തങ്ങൾ ആരാണെന്ന് പറയുകയാണ്. പൗലോസ്ലീഹ അടക്കമുള്ള താൻ സംസാരിക്കപ്പെടുന്ന സമൂഹത്തെ ആരാണെന്ന് പരിചയപ്പെടുത്തുക. നാമല്ലോ പരിച്ഛേദനക്കാർ. അപ്പം പരിച്ഛേദന ഏൽക്കാതെ, പഴയ നിയമകാലത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതെ നിൽക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളുവാനായിട്ട് പൗലോസ്ലീഹയോട് പറയുകയാണ്. അത് പറഞ്ഞിട്ട് നാമല്ലോ പരിച്ഛേദനക്കാർ, എന്നിട്ട് പറയും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പരിച്ഛേദനക്കാരെന്ന വിധത്തിൽ അന്ന് വേർതിരിക്കപ്പെട്ടവരെ പൗലോസ്ലീഹ ചില വാക്കുകൾ കൊണ്ട് അവർക്കൊരു പ്രശംസ കൊടുക്കുകയാണ്. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവാത്മാവിനാൽ ഭരിക്കപ്പെടുന്നവർ, ദൈവാത്മാവിനാൽ നടിക്കപ്പെടുന്നവർ, ദൈവ ആത്മാവ് നിറഞ്ഞവരായി ദൈവത്തെ ആരാധിക്കുന്ന ജനസംഘത്തെക്കുറിച്ച്. വീണ്ടും പറഞ്ഞു ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച്. അപ്പോൾ ദൈവാരാധനയുള്ള, കർത്താവിൻ്റെ നാമം വഹിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നവരെക്കുറിച്ച് പൗലോസ്ലീഹ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്. നാമല്ലോ പരിച്ഛേദനക്കാരെന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് വീണ്ടും പറഞ്ഞു ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ ജഡത്തിലുള്ള ആശ്രയം ഉപേക്ഷിച്ചവർ ആത്മാവിൽ നിറയുകയും ആത്മാവിൽ ആരാധിക്കുകയും സത്യദൈവത്തെ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ പ്രശംസ കൊള്ളുകയും യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ആത്മസംബന്ധിയായ തങ്ങളെക്കുറിച്ച്, നമ്മെക്കുറിച്ച് പൗലോസ്ലീഹ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അന്നത്തെ സമൂഹത്തോട്. അപ്പോൾ കർത്തൃവഴിയിൽ നിൽക്കുന്നവരെക്കുറിച്ച് വിശുദ്ധന്മാരായിരിക്കുന്നവർ അഭിമാനിക്കുന്നുണ്ട്. നാം കർത്തൃവഴിയിലാണ് നിൽക്കുന്നതെങ്കിൽ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാണെങ്കിൽ, യേശുക്രിസ്തുവിനെ മഹത്വം കൊടുത്ത് കർത്താവിൻ്റെ വചനത്തിന് കീഴിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ജഡസ്വഭാവം അനുസരിച്ച് ജീവിക്കാതെ ആത്മസ്വഭാവത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, പരിശുദ്ധന്മാരൊക്കെയും അത് വലിയ സന്തോഷമാണ്. ഇവിടെ അപ്പോസ്തലൻ അങ്ങനെ പഠിപ്പിക്കുകയാണ്. പക്ഷെ പൗലോസ്ലീഹ അന്ന് ഇത് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് പരിശോധിക്കുക. എന്താ പറയുന്നത്? പക്ഷേ
എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. ആത്മാവിൽ ജീവിക്കുന്നവരെക്കുറിച്ച് അഭിമാനിക്കുന്ന പൗലോസ്ലീഹ അന്ന് പറഞ്ഞു, എനിക്ക് ജഡത്തിൽ ജീവിച്ചു എന്നുള്ളതിൻ്റെ ഒരു വഴിയുണ്ട്. ഇനി ആരെങ്കിലുമൊക്കെ ഞാനും ജഡത്തിൽ ജീവിച്ചതാണ് എന്ന് പറയുന്നെങ്കിൽ ആ കൂട്ടത്തിൽ മുന്നമേ ഞാനുണ്ട് എന്ന് പൗലോസ്ലീഹ പറയാം. തന്നെ ഒന്ന് പരിശോധിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും അവനവനെക്കുറിച്ചൊന്ന് പരിശോധിക്കണം. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ആത്മീയ വഴി എന്താണ്? എൻ്റെ ആത്മീയമായ റൂട്ടിൽ ജഡപരമായ കാര്യങ്ങളാണോ ആത്മപരമായ കാര്യങ്ങളാണോ എന്നിൽ അധിവാസം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ കൂടുതലായിട്ട് ഭരിക്കുന്നത്? പൗലോസ്ലീഹ ഇവിടെ പറയുകയാ, ജഡപരമായി ജീവിക്കുന്ന വിധത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒന്നാമൻ ഞാനാണ്. കാരണം എന്തുകൊണ്ടാണ് എന്ന് പൗലോസ്ലീഹ തൊട്ടു താഴെ വരുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാൻ തോന്നിയാൽ എനിക്ക് അധികം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ദിവസം കാര്യങ്ങൾ മുതലങ്ങ് പറയാൻ തുടങ്ങുകയാണ്. തന്നെത്താൻ ഇന്ന് പരിചയപ്പെടുത്താൻ തുടങ്ങുകയാണ്. താൻ ഏത് സാഹചര്യത്തിൽ ജീവിച്ചവനാണെന്ന് പരിചയപ്പെടുത്താൻ തുടങ്ങുകയാണ്. അവിടെ ഇങ്ങനെ തുടങ്ങുന്നു, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ. യഹൂദൻ്റെ സമ്പ്രദായം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കുവാനായിട്ട് 8-ാം ദിവസം ദേവാലയത്തിൽ ചെല്ലുക പതിവാണ്. യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അന്നത്തെ യഹൂദൻ്റെ സമ്പ്രദായം അനുസരിച്ച് താനും ആ പരിച്ഛേദന 8-ാം ദിവസം ഏറ്റവനാണ്. ഇസ്രയേൽ ജാതിക്കാരനാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് വിളിക്കപ്പെടുന്ന ഇസ്രയേൽ കുലത്തിൽ പെട്ടവനാണ് ഞാൻ. ബെന്യാമീൻ ഗോത്രക്കാരനാണ്. ഗോത്രപിതാവിൻ്റെ മക്കളായിരിക്കുന്ന 12 ഗോത്രങ്ങളിൽ ബെന്യാമീൻ ഗോത്രക്കാരനായി ജനിച്ചുവെന്ന് അഭിമാനത്തോടെ നിൽക്കുന്നവൻ. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ് ഞാൻ. എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ. അതുകൊണ്ട് താൻ അഭിമാനിക്കുകയാണ് തൻ്റെ ജനനത്തിൽ, തൻ്റെ ഗോത്രത്തിൽ, തൻ്റെ വംശത്തിൽ, ഞാൻ ജീവിച്ച സമൂഹത്തിൽ, അന്നത്തെ ശീലങ്ങളിൽ, അന്നത്തെ ക്രമീകരണങ്ങളിലൊക്കെയും ഞാൻ സംബന്ധപ്പെട്ട് കടന്നു വന്നവനാണ്. മാത്രമല്ല, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ഇവിടെ സഭ എന്ന് പറയുന്നത് ക്രിസ്തീയ സഭയാണ്. അപ്പം ന്യായപ്രമാണത്തെ സംബന്ധിച്ച് പരീക്ഷ മനസ്സോടെ നിന്നവനാണ് ഞാൻ. അപ്പം സഭയായി യേശുക്രിസ്തുവിൻ്റെ ആദ്യകാല സഭയെ ഉപദ്രവിക്കുവാൻ മുന്നിൽ നിന്നവനാണ് ഞാൻ. എന്തുകൊണ്ട്? ന്യായപ്രമാണ സംബന്ധിയായി, ന്യായപ്രമാണത്തിലെ വചനങ്ങൾക്ക് വിരുദ്ധമായി ചിലത് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ പ്രവർത്തിച്ചപ്പോൾ അതിനെതിരെ നിന്ന സംഘത്തോട് ചേർന്ന് നിന്ന് വളർന്നു വന്ന ഈ അന്നത്തെ മാറുന്നതിന് മുമ്പായിരുന്ന ശൗലായിരുന്നവൻ തിരിച്ചറിവ് വന്ന കാലത്ത് പൗലോസായപ്പോൾ തന്നെയൊന്ന് പരിശോധിച്ചിട്ട് ആ പരിശോധിച്ച് കിട്ടിയത് ലോകത്തോട് വിളംബരം ചെയ്യുകയാണ്. ജഡപരമായി ജീവിച്ചവരുടെ കൂട്ടത്തിൽ ഒന്നാമത്തവൻ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. സഭയെ സംബന്ധിച്ച് അത് വളരെ ശക്തമായി ഉപദ്രവിച്ചവൻ. നമുക്കതിൻ്റെ പശ്ചാത്തലം അറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ക്രിസ്ത്യാനി എവിടെയുണ്ടോ അവിടെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് മുഖമുദ്രയാക്കിയെടുത്ത് അനേകരെ നശിപ്പിക്കാനായിട്ട് പാഞ്ഞു നടന്നവൻ ശൗല്. ആ ശൗലിനെയാണ് കർത്താവ് പിടിച്ച് കർത്തൃവഴിയിലേക്ക്, തൻ്റെ ശിഷ്യ പദവിയിലേക്ക് ചേർത്ത് നിർത്താൻ പദ്ധതിയിട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് പറഞ്ഞു, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റവൻ. ന്യായപ്രമാണം പഠിപ്പിക്കുന്നതിനനുസരിച്ച് പരിശോധിച്ചാൽ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കാരണം യഥാർത്ഥത്തിൽ യഹൂദൻ്റെ എല്ലാ ശീലങ്ങളിലൂടെയും ഞാൻ ജീവിച്ചവനാണ്. എല്ലാ ക്രമപ്രകാരവും എല്ലാ മുറപ്രകാരവും ഞാൻ ജീവിച്ചവനാണ്. അങ്ങനെ ജീവിച്ച തന്നെക്കുറിച്ചാണ് പൗലോസ്ലീഹ മുന്നമേ പറഞ്ഞത്. ജഡപ്രകാരം ജീവിക്കുന്ന ചിലർ ഉണ്ട്. അങ്ങനെ ജീവിക്കുന്നവരാണ് ഞാനെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അതിൽ മുമ്പൻ ഞാനാണ്. കാരണം ഒരു അനുതാപത്തിൻ്റെ മനസ്സിലേക്ക് താഴേക്കിറങ്ങുകയാണ്. ഞാൻ കുറ്റക്കാരനാണ്, കുറവുള്ള
ഉപദ്രവിച്ചിട്ടുള്ളവനാണ്, സഭ ഉപദ്രവിച്ചവനാണ് പറയാൻ ഒരു മടിയും കാണിക്കാതെ പൗലോസ്ലീഹ ആ വിധത്തിലേക്ക് നമ്മെ പഠിപ്പിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ, ന്യായപ്രമാണം സംബന്ധിച്ച് എൻ്റെ നീതി സംബന്ധിച്ച് അനിന്ദിനാണ് എങ്കിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയെല്ലാം എൻ്റെ ജീവിതത്തിൽ അന്നത്തെ കാലത്ത് മേന്മ പറയാൻ എനിക്കുണ്ടായിരുന്നു എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അന്ന് ഏതെങ്കിലും വിധത്തിൽ ഞാൻ ലാഭമായി കണ്ടതെന്തെങ്കിലും ഉണ്ടെങ്കിൽ, ജഡപരമായി എൻ്റെ ജീവിത സാഹചര്യത്തോടനുബന്ധപ്പെട്ട് ലാഭകരമായി കണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ദോഷവഴിയുണ്ടെങ്കിൽ, ഏതെങ്കിലും പാപവഴിയുണ്ടെങ്കിൽ, കർത്താവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ, സത്യദൈവത്തെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കാനായിട്ട് പുറപ്പെട്ടു പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വന്ന എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണുകയാണ്. ക്രിസ്തു നിമിത്തം എണ്ണുന്നു. ഈ കാലഘട്ടത്തിൽ പലരും ചിലത് പോയാൽ സാരമില്ല, നഷ്ടങ്ങൾ സഹിക്കും. പക്ഷേ യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തു മുഖാന്തരമായി, അല്ലെ യേശു നിമിത്തം അത് ഞാൻ സഹിച്ചോളാം എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്നാൽ എനിക്ക് നഷ്ടമേ സംഭവിക്കൂ എന്ന് ആരെങ്കിലും ചിന്തിച്ച് അതിലേക്ക് ഇറങ്ങി വരാതിരുന്നാൽ ഈ വചനത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തു മുഖാന്തരം നമുക്കുണ്ടായിരുന്ന എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ക്രിസ്തു നിമിത്തം അത് പൊക്കോട്ടെ എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? നമുക്കറിയാം, കൊറോണയുടെ വരവിന് ശേഷം ആരാധനാലയത്തിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് കുറഞ്ഞുവെന്ന് വന്യവൈദികരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയും. പലപ്പോഴും രോഗത്തെക്കുറിച്ചുള്ള ഭയം, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ദേവാലയത്തിലേക്ക് പോകണ്ടായൊരു നിർദ്ദേശം, ഇനി ഒരു കാലം മുഴുവൻ ഓൺലൈനിലൂടെയൊക്കെ കണ്ടതായ ആരാധന ഇനിയിപ്പോൾ പള്ളിയിൽ പോയില്ലെങ്കിലും സാരമില്ലെന്ന് ചിന്തിക്കുന്ന ചില ചിന്തകളിലൂടെ ഒക്കെയും മനസ്സങ്ങ് മാറിപ്പോയിട്ടുണ്ട്. മാത്രമല്ല, സമയമില്ല, നേരമില്ല, കാലമില്ല, ആരാധനയ്ക്ക് ഇടമില്ല. വിദേശങ്ങളിലൊക്കെ പോകുന്നവർ നോക്കുമ്പോൾ ദൂരെയാണ്, മണിക്കൂറുകളോളം യാത്ര ചെയ്യണം, ആരാധനയ്ക്ക് പോകാൻ അത് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരെക്കുറിച്ച് ഇവിടെ പറയുന്നു, ക്രിസ്തു നിമിത്തം ഛേദം എന്ന് ഞാൻ എണ്ണുന്നു. എൻ്റെ സമയക്കുറവ് ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെണ്ണുന്നു. എൻ്റെ സാമ്പത്തികമായ നഷ്ടം ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. ജഡപരമായി എനിക്ക് ആർജിക്കാമായിരുന്ന അനേക നന്മകളുടെ അനുഭവങ്ങൾ യേശു ക്രിസ്തു മുഖാന്തരം ഞാനത് ഛേദമായി എണ്ണുകയാണ്. എനിക്കതിനെക്കുറിച്ചൊരു ചിന്തയില്ല. കാരണം എൻ്റെ കർത്താവ് ഇന്നും എനിക്ക് ശക്തിയായി കൂടെയുണ്ട്. എൻ്റെ കർത്താവ് നല്ല ഇടയനായി കൂടെയുണ്ട്. അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിച്ച് വഴി നടത്തും. അതുകൊണ്ട് ലോകത്തിലുള്ളതായ നേട്ടങ്ങൾ, നന്മകൾ ഒന്നും ഞാൻ ഗണ്യമാക്കുന്നില്ല. ക്രിസ്തു നിമിത്തം ഞാൻ സകലവും ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. പിന്നെ പൗലോസ്ലീഹ പറയാൻ തുടങ്ങുന്ന ചില കാര്യങ്ങളാണ്, എന്തിനാണ് താൻ ഇത് ഛേദമെന്ന് എണ്ണുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞ പ്രൗഢഗംഭീരമായ ജീവിത അനുഭവത്തെ ഞാൻ ഛേദമെന്നെണ്ണി ഇനി മാറി നിന്ന് കർത്തൃവഴിയിലേക്ക് നിൽക്കുമ്പോൾ അതെന്തിനാണെന്ന് പറയുന്നു. ഒന്ന്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ പൗലോസ്ലീഹ പറയും പോലെ യേശു ക്രിസ്തുവിനെ വാസ്തവമായി നേടണമെങ്കിൽ ചിലതെല്ലാം നമ്മൾ തള്ളിക്കളയണം, ചിലതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം, ചിലതെല്ലാം നമ്മൾ മാറ്റി നിർത്തണം. പെണ്ണെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് ഉറപ്പ് പ്രാപിക്കണം. അപ്പോൾ യേശു ക്രിസ്തുവിനെ നേടാൻ, ഇല്ലേ, യേശു ക്രിസ്തുവിനെ നേടണം, എല്ലാവർക്കും ആഗ്രഹമുണ്ട് കർത്താവിനെ നേടണം, കർത്താവിൻ്റെ വഴി പോകണം, അവൻ്റെ ആ കൽപ്പനയൊക്കെ അനുസരിച്ച്. പക്ഷെ ചിലത് വിടില്ല. താൻ പിടിച്ചു വച്ചിരിക്കുന്ന ചില ബന്ധങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ, ചില ഇടപാടുകൾ, ഇതിന് വിടാൻ തയ്യാറല്ല.
അപ്പോൾ യേശു ക്രിസ്തു വാസ്തവമായി എന്നിലേക്ക് വരണമെങ്കിൽ, യേശുവിനെ ഞാൻ നേടണമെങ്കിൽ, ഞാൻ ആദ്യം നേട്ടമെന്ന് കണ്ടിരുന്ന ചിലതെല്ലാം എണ്ണിക്കളയണമെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അങ്ങനെ അത് ദൂരെ എറിഞ്ഞു കളഞ്ഞപ്പോഴാണ് പൗലോസ്ലീഹയ്ക്ക് ക്രിസ്താനുഭവത്തിലേക്ക് വരാൻ കൂടുതൽ 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 തുറവി ലഭിക്കുന്നത്. ക്രിസ്ത്യാനി ഉപദ്രവിക്കുവാനായിട്ട് പുറപ്പെട്ടു പോയ ശൗലിനെ കർത്താവ് പിടിച്ച് മടക്കിക്കൊണ്ടുവരുമ്പോൾ ശൗലിന് വല്ല പിടുത്തമില്ല, എങ്ങോട്ടാ പോകാൻ പോണേന്ന്, എന്താ സംഭവിക്കാൻ പോണേന്ന്. പക്ഷെ മടങ്ങി വന്നപ്പോൾ ഇവിടെ മധുരിമ മനസ്സിലായി. എന്താ സംഭവിച്ചത്, എന്താ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നേക്കുന്നത്. പിന്നെ പൗലോസ്ലീഹ തന്നെ അങ്ങ് വിട്ടു നൽകുകയാണ്, ലോകത്തെ പരിചയപ്പെടുത്തുകയാണ്. നമ്പറിട്ട് ഈ വിധത്തിലുള്ള പ്രൗഢമായ ജീവിതാനുഭവങ്ങളിൽ ജീവിച്ച ഞാൻ യേശുക്രിസ്തുവിനെ നേടേണ്ടതിന് എൻ്റെ എല്ലാ മേന്മകളും, ലോകപരമായ എല്ലാ മേന്മകളും, എല്ലാ സ്ഥാനങ്ങളും, എല്ലാ അവകാശങ്ങളും ഞാൻ ഛേദമായിട്ട് എണ്ണുകയാണ് യേശുക്രിസ്തുവിനെ നേടേണ്ടതിന്. വീണ്ടും പറയുന്നു, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലവും ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. അപ്പം നോക്കിക്കേ, കർത്താവിനെ നേടുക മാത്രമല്ല, അവനിൽ ഇരിക്കണം, അവനിലായിരിക്കണം, ക്രിസ്തുവിലായിരിക്കണം. കർത്താവ് പറയുന്നുണ്ട്, പിതാവും ഞാൻ ഒന്നായിരിക്കുന്നത് പോലെ നീ എനിക്ക് തന്നവരും നിന്നിലായിരിപ്പാൻ. അപ്പം കർത്താവിൽ ഇരിക്കേണ്ടതിലേക്ക്, അനുഭവിച്ചാൽ മാത്രം പോരാ, നേടിയാൽ മാത്രമല്ല, അവൻ്റെ കൂട്ടത്തിൽ അവനിലേക്ക് ചേർന്ന് ഇരിക്കേണ്ടതിനും മാത്രമല്ല, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ച് അറിയേണ്ടതിനും. കഷ്ടാനുഭവങ്ങൾ കൂട്ടാളിയാകുക. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ആഴം എത്രയാണെന്ന് ഒന്ന് അനുഭവിച്ചറിയാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് പൗലോസ്. നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളൊക്കെയും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ധ്യാനിക്കും, പക്ഷെ സ്വന്തം ജീവിതാനുഭവത്തിൽ ഒരു കഷ്ടാനുഭവത്തിൻ്റെ, ഒരു കഷ്ടതയുടെ, ഒരു ചെറിയ കണ്ണുനീരിൻ്റെ അനുഭവം വരുമ്പോൾ തകർന്നു പോകും. ഇവിടെ പൗലോസ്ലീഹ കഷ്ടാനുഭവത്തിലൂടെ അവൻ്റെ കൂട്ടായ്മയുടെ അനുഭവം അതറിയേണ്ടതിലേക്കാണ്. അപ്പം യേശുക്രിസ്തുവിനെ നേടേണ്ടതിനും അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണും. നാലാമത്തെ കാര്യം പറയുന്നു, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം. എവിടേക്കുള്ള പുനരുത്ഥാനം? സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്കുള്ള പുനരുത്ഥാനം. പുനരുത്ഥാനം എല്ലാവർക്കും ഉണ്ടാകും, പുനരുത്ഥാനം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നരകാനുഭവത്തെ, അവിടെ ചെന്നെത്തി വരുന്ന വിധത്തിലുള്ള ഒരു പുനരുത്ഥാനത്തെ അല്ല നാം സ്വപ്നം കാണേണ്ടത്, ഹൃദയത്തിൽ ആഗ്രഹിക്കേണ്ടത്, ചേർത്ത് വയ്ക്കേണ്ടത്. പിന്നെയോ, കർത്താവിലൊന്നായിരിക്കുന്ന വിധത്തിൽ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങളെയും ഇരുത്താമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ വചനത്തോട് അനുരൂപപ്പെട്ട് അവനിൽ ഒന്നായിരിക്കാൻ തക്കവണ്ണം നമുക്ക് അതിന് സാധിക്കണമെന്ന് പൗലോസ്ലീഹ പറയുക. പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണും. അപ്പം എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിന് വേണ്ടി മാത്രം നിൽക്കുന്ന പൗലോസ്, എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൽ ചെന്ന് പറ്റാനായിട്ട് കൊതിയോടെ നിൽക്കുന്ന പൗലോസ്ലീഹ, എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശു ക്രിസ്തുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പൗലോസ്ലീഹ സകലതും ചവറ് ഛേദം എന്നെണ്ണിക്കളയുകയാണ്. ആദിമകാലത്ത് എല്ലാ പുണ്യപ്പെട്ട പിതാക്കന്മാരങ്ങനെ ചെയ്തിരുന്നുവെന്ന് നമ്മളിങ്ങനെ ഒരു ഗീതഭാഗത്തിലൂടെ പാടിപ്പോകുന്നുണ്ട്. ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകെ ഉപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ. നമ്മൾ ഗീതം ഇങ്ങനെ പാടുമല്ലോ, ലോകം
പിതാക്കന്മാർ, സഹോദരങ്ങൾ, ജാതികൾ, കൂട്ടുകാർ എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി മരണത്തെ സ്നേഹിച്ച സഹോദരന്മാരായിരിക്കുന്ന അവരെ നമ്മൾ ഓർക്കണമെന്ന് നമ്മൾ പാടുകയാണ്. ഇവിടെ പറയുന്നു, യേശു ക്രിസ്തുവിനെ ഞാൻ നേടേണ്ടതിലേക്ക്, അവൻ ഇരിക്കേണ്ടതിലേക്ക്, അവൻ്റെ കഷ്ടാനുഭവത്തിൽ കൂട്ടായ്മ പങ്കാളിയാകേണ്ടതിലേക്ക്, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹമായ ഉദ്ധാനത്തിലൂടെ സ്വർഗീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് വേണ്ടി മാത്രം സകലവും അതിന് തടസ്സമായി നിൽക്കുന്ന സകല സാഹചര്യത്തെയും ഞാൻ ചവറ് എന്ന് എണ്ണുന്നു. എന്നാൽ അടുത്ത നിമിഷം പൗലോസ് പറയുന്നു, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഇത്രയൊക്കെ വീറോടെ പറഞ്ഞുവെങ്കിലും പൗലോസ് ഒന്ന് തന്നെത്താനൊന്ന് താഴ്ത്തിയിട്ട് പറയുക, ഇതെനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എല്ലാം ഉപേക്ഷിച്ചു, കർത്തൃവഴി നടക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ പിടിച്ചു മാറ്റി വഴിതിരിച്ചു വിട്ടിരിക്കുന്നത് കൊണ്ട് ഈ ദൈവിക അനുഭവത്തിൻ്റെ, സ്വർഗീയ അനുഭവത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കാൻ ഞാൻ നിൽക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ഓടുകയാണ്. എന്നിട്ട് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഞാൻ എത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും. പിമ്പിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു, സകലവും ഛേദമെന്നെണ്ണി ചപ്പ് ചവറെന്നെണ്ണിക്കളഞ്ഞു. പിമ്പിലുള്ളത് തന്നെ ഞാൻ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് മുമ്പിലേക്ക് ഒന്ന് ശ്രദ്ധ വയ്ക്കുകയാണ്. മുമ്പിലുള്ളതിലേക്ക് ഞാൻ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുകയാണ്, ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടുകയാണ്. സ്വർഗീയ അനുഭവത്തിൻ്റെ, സ്വർഗീയ ഭവനമാകുന്ന ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുകയാണ്. പരമവിളി, ആ വിളി കേൾക്കാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ. സ്വർഗീയ അനുഭവത്തിലേക്കുള്ള വിളി കേൾക്കേണ്ടതിലേക്ക്, അതിന് തടസ്സമായി നിൽക്കുന്നതിനെ ദൂരെ എറിഞ്ഞു കളഞ്ഞ് കർത്താവിൻ്റെ പക്ഷത്ത്, കർത്താവിനോട് പറ്റിച്ചേർന്ന് കർത്താവിരിക്കുന്നിടത്തിരിപ്പാൻ തക്കവണ്ണം കൊതിയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. ആ വിധത്തിലേക്ക് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ച ഈ വിഷയം നമ്മുടെ ജീവിതത്തിലും ഇന്ന് പാഠമാകാൻ മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരമവിളിയുടെ വിരുദിലേക്ക്, ലാക്കിലേക്ക് ഓടുകയാണ്. നമ്മളിങ്ങനെ പാടും, അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് നോക്കി മതിമറന്ന് ജീവിച്ചാൽ ഒരുപക്ഷെ ഈ ലക്ഷ്യസ്ഥാനത്ത് നിൻ്റെ കണ്ണ് മാറ്റപ്പെട്ടു പോകും. ലക്ഷ്യം തെറ്റും, ലക്ഷ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഒരൊറ്റ ലക്ഷ്യം, കർത്താവായ യേശു ക്രിസ്തുവെന്ന വഴിയിലൂടെ നിത്യപിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹീത ഭവനത്തിൽ പാർക്കുവാൻ നമുക്ക് സാധിക്കണം. ആ സന്തോഷത്തെ മുന്നിൽ കൊണ്ട് 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിലെപ്പോഴും സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ ആത്മീയ ജീവിതം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.